എടാ മാർക്കോ, നിനക്കറിയാലോ, ഈ നാട്ടിലെയും മറുനാട്ടിലെയും മിക്ക വീടുകളിൽ നിന്നും ഒരാളെങ്കിലും ഇവിടെ ചികിത്സ തേടി വരാതിരുന്നിട്ടില്ല. ഈ നാട്ടിലെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. അതുകൊണ്ട് ഞാൻ ആരെയെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് 1-ന് 10 എന്ന രീതിയിൽ അവരങ്ങ് ഏറ്റെടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ആ കഞ്ചാവ് കേസിനെ പറ്റിയാ. കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തെന്ന് പറഞ്ഞ ദിവസവും അതിന്റെ തലേന്നും ഞാനും സാഗറും തമ്മിൽ യാത്ര ചെയ്ത വഴികളും പോയ സ്ഥലങ്ങളുമൊക്കെ പല ക്യാമറകളും ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതായത് എന്റെ കാറിനകത്ത് എങ്ങനെ കഞ്ചാവ് വന്നു എന്ന വഴിയൊക്കെ കൃത്യമായി ക്യാമറയിൽ തെളിഞ്ഞിട്ടുണ്ടോ. എന്നിട്ട് പ്രതി സാഗറാണ് സാറേ? നീ അല്ലെന്നല്ലേ പറയുന്നത്? അത് ഞങ്ങൾ മാത്രമല്ലല്ലോ സാറേ, സാറിനും സാഗർ അങ്ങനെ ചെയ്യുന്ന വിശ്വാസമില്ലല്ലോ. പിന്നെ ആരായിരിക്കും അതിന് പിന്നിൽ? അല്ല, മേഘനയാണ് ഞങ്ങളെല്ലാവരും സംശയിക്കുന്നത്. ഇനി അവനല്ലാതെ സാഗറിന് മറ്റാരെങ്കിലും ശത്രുക്കളുണ്ടോന്ന് പറയാൻ പറ്റില്ല. സാഗറിന്റെ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതത്ര നല്ലതൊന്നുമല്ല. അന്ന് അവനുണ്ടായിരുന്ന ഏതെങ്കിലും ശത്രുക്കള് പകരം വിട്ടിയതാണെന്നും പറയാൻ പറ്റില്ല. എങ്കിലും സംശയം അത്ര മേഘന തന്നെയാ. ഇനിയിപ്പോ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ വെറുതെ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ ഇതിനകത്ത് തന്നെ ഉണ്ട്, കണ്ടു നോക്ക്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടുന്ന് ഞങ്ങൾ പോയ ദൃശ്യങ്ങളാണ്. അതായത് ഇവിടുത്തെ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങൾ. മനസ്സിലായി സാറേ. അടുത്തതായി കാണാൻ പോകുന്നത് പുറത്തു നിന്നുള്ള രംഗങ്ങളാണ്. നോക്ക്. അപ്പോൾ സാഗർ നിരപരാധിയാണെന്ന് ഉറപ്പായില്ലേ സാർ? അതെ, പക്ഷേ അവൻ്റെ അബദ്ധം പറ്റി. കാറിൽ നിന്ന് പുറത്തിറങ്ങി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അവൻ കാറിന്റെ ഡോർ ലോക്ക് ചെയ്തില്ല. അത് കാറിന്റെ അടുത്ത് തന്നെയല്ലേ നിന്നത്, അതുകൊണ്ടായിരിക്കണം സാർ. പക്ഷേ അതിനുശേഷം ചതിക്കാനായിട്ട് വന്നവൻ പണി പറ്റിച്ചു, സാഗർ അറിയാതെ. ഇനി ഈ കഞ്ചാവ് വച്ചവനെ കണ്ടെത്തണം. അവന് സാഗറിനോടുള്ള ശത്രുത എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഒന്നുമില്ല സാറേ, അവൻ മേഘനാഥന്റെ ആള് തന്നെയാ. അവനെ നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ ശരി, ഇവിടുന്ന് സാറിന്റെ കാറ് പോയപ്പോ മുതല് അവൻ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വാമദേവൻ കിടന്ന സമയത്ത് ഇവിടുന്ന് സാറ് പോകുന്നതും വരുന്നതും എല്ലാം അവൻ നോക്കി വെച്ചിട്ടുണ്ടാവും ആ മേഘൻ. എന്നിട്ടാണ് അവൻ ഈ കൃത്യം ചെയ്യാൻ ഒരുത്തന്നെ വിലക്കെടുത്തത്. എന്തായാലും ആളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവനെ പൊക്കണ്ടേ മാർക്കോ? അതെന്തൊരു ചോദ്യവാടാ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ഇനി അധികമൊന്നും വൈകില്ല സാറേ. എന്റെ അടുത്ത കോള് സാറിന് വരുന്നത് ഈ കേസിലെ പ്രതിയുടെ പേര് പറയാനായിരിക്കും. അതെന്നോടല്ല പറയേണ്ടത്, പോലീസിനോടാ. കുറ്റം ചെയ്തവൻ ആരായാലും അവൻ നിയമത്തിന്റെ മുന്നിൽ വരണം. അതുപോലെ തന്നെ കണ്ണനും മഹാലക്ഷ്മി ഉൾപ്പെടെ പലരും സാഗറിനെ കുറ്റപ്പെടുത്തിയില്ലേ? അവർക്കെല്ലാവർക്കും പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് തോന്നണം. ഞാൻ ജോലിയിൽ നിന്ന് അവനെ പിരിച്ചുവിട്ടെങ്കിലും അവന്റെ കൈകളിൽ കറ പൊരണ്ടിട്ടില്ല എന്ന് ഏതാണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നിങ്ങളുടെയും കാര്യം. നമ്മുടെ ചിന്ത ശരിയായി. സാഗർ പഴയ സാഗർ അല്ല. അവനിപ്പോ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാ. സാറേ,
ഇവിടെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അവന്റെ ഭാര്യയോടാ. സാഗറിന്റെ ചരിത്രം അറിയാമെങ്കിലും അവനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം മഞ്ജു ഒരിക്കൽ പോലും അവനെ തള്ളി പറഞ്ഞിട്ടില്ല. കണ്ണൻ സാറും മഹാലക്ഷ്മിയൊക്കെ സാഗറിനെ കുറ്റപ്പെടുത്തിയപ്പോഴും അവനോടൊപ്പം നിൽക്കുക മഞ്ജു ചെയ്തത്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ മാർക്കോ,